പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. നമസ്കാരം, ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഏപ്രിൽ 25. പ്രധാന വാർത്തകൾ. മലേഷ്യൻ സൂപ്പർ വുമൺ ലീഗ് 2ാം എഡിഷനിൽ ബാറ്റേന്താൻ ഒമാൻ ദേശീയ താരങ്ങളും. ഫിസ ജാവേദും സമീറ ഖാനുമാണ് മലേഷ്യൻ ക്രിക്കറ്റ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന ടൂർണമെന്റിൽ ടീമുകളുടെ ഭാഗമാകുന്നത്. ഇതാദ്യമായാണ് ഒമാൻ ക്രിക്കറ്റ് ടീം ദേശീയ വനിതാ താരങ്ങൾക്ക് അന്താരാഷ്ട്ര ലീഗിൽ ടീമുകളുടെ ഭാഗമാകാൻ സാധിക്കുന്നത്. ഈ മാസം 27 മുതൽ അടുത്ത മാസം 5 വരെ കോലാലംപൂരിലാണ് ലീഗ് അരങ്ങേറുന്നത്. ബാറ്റിംഗിലും ബൗളിംഗിലും മികവുള്ള ഓൾറൗണ്ട് താരങ്ങളാണ് ഫിസ ജാവേദും സമീറ ഖാനും. തങ്ങൾക്ക് ലഭിച്ച അവസരം വലുതാണെന്നും മികച്ച പ്രകടനം പുറത്തെടുക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ഇരുവരും പറഞ്ഞു. താരങ്ങൾ ഉടൻ പരിശീലനത്തിനായി മലേഷ്യയിലേക്ക് തിരിക്കും. വടക്കൻ ബാത്തിനയിൽ റിപ്പോർട്ട് ചെയ്ത 2 മോഷണ കേസുകളിൽ പ്രവാസി ഉൾപ്പെടെ 5 പേരെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. പൊതുസ്ഥാപനത്തിൽ നിന്ന് എയർ കണ്ടീഷൻ സാമഗ്രികളും ലിവയിലെ സ്വകാര്യ കമ്പനി വെയർഹൌസിൽ നിന്ന് ഇരുമ്പും മോഷ്ടിച്ച സംഭവങ്ങളിലാണ് പ്രതികളെ ബാത്തിന പോലീസ് കമാൻഡ് പിടികൂടിയത്. ഇവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചതായും പോലീസ് അറിയിച്ചു. സമാന മോഷണ സംഭവങ്ങൾ നേരത്തെയും റിപ്പോർട്ട് ചെയ്യുകയും നിയമ നടപടി സ്വീകരിക്കുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസം കൂടുതൽ മഴ ലഭിച്ചത് ജബൽ അക്തറിലെന്ന് ജലവിഭവ മന്ത്രാലയം റിപ്പോർട്ട്. 31 മില്ലിമീറ്ററായിരുന്നു പ്രദേശത്തെ മഴയുടെ അളവ്. അൽഖാബിൽ 16 മില്ലിമീറ്റർ, ഇസ്കി 13 മില്ലിമീറ്റർ, ഇബ്ര 12 മില്ലിമീറ്റർ, മുദൈബി 6 മില്ലിമീറ്റർ, റിമാവാദി അൽത്തയിൻ 2 മില്ലിമീറ്റർ എന്നിങ്ങനെയാണ് മറ്റു പ്രദേശങ്ങളിലെ മഴയുടെ അളവ്. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് റോയൽ ഒമാൻ പോലീസ് കോസ്റ്റ് ഗാർഡ് 5ാമത് ഉന്നതതല യോഗം ന്യൂഡൽഹിയിൽ നടന്നു. സമുദ്രത്തിലെ വെല്ലുവിളികളെ നേരിടുന്നതിലും ഇരു രാഷ്ട്രങ്ങളും പങ്കിടുന്ന ജലമേഖലയിലെ സുരക്ഷാ സംവിധാനം ശക്തിപ്പെടുത്തുന്നതിലും സഹകരണം വർദ്ധിപ്പിക്കാൻ യോഗത്തിൽ തീരുമാനമായി. ഒരുമിച്ച് എല്ലാവർക്കും സുരക്ഷിതമായ നാവിക മേഖല രൂപപ്പെടുത്തുകയാണെന്നും ഓൺലൈൻ പ്രസ്താവനയിൽ പറഞ്ഞു. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ഡയറക്ടർ ജനറൽ രാകേഷ് പാൽ, റോയൽ ഒമാൻ പോലീസ് കോസ്റ്റ് ഗാർഡ് അസിസ്റ്റന്റ് കമാൻഡിംഗ് ഓഫീസർ എന്നിവർ ഒമാന്റെ വ്യത്യസ്ത ഗവർണറേറ്റുകളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട മയക്കുമരുന്ന് കേസുകളിൽ നിരവധി പ്രവാസികൾ അറസ്റ്റിലായി. ദോഫാർ പോലീസ് കമാൻഡ് നാർക്കോട്ടിക്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് വിഭാഗം സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സുമായി സഹകരിച്ച് നടത്തിയ പരിശോധനയിൽ വിദേശിയിൽ നിന്നും 800-ൽ പരം മയക്കുമരുന്ന് ഗുളികകൾ പിടിച്ചെടുത്തു. സംഭവത്തിൽ ഏഷ്യൻ വംശജൻ അറസ്റ്റിലായി. മറ്റൊരു സംഭവത്തിൽ നാർക്കോട്ടിക്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് ജനറൽ അഡ്മിനിസ്ട്രേഷന്റെ പരിശോധനയിൽ 70 കിലോഗ്രാമിലധികം ഹാഷിഷ്, 60 കിലോഗ്രാം ക്രിസ്റ്റൽ മെത്ത്, 5300 മയക്കുമരുന്ന് ഗുളികകൾ എന്നിവ പിടികൂടി. ഏഷ്യക്കാരായ 3 പേരാണ് പ്രതികൾ. ദോഫാറിൽ കടൽ വഴി കടത്താൻ ശ്രമിച്ച 1000 പാക്കറ്റ് ഗാട്ടുകളും പോലീസ് കണ്ടെടുത്തു. പ്രതികൾ അറബ് വംശജരായ 5 പേരാണ്. 3 സംഭവങ്ങളിലും പ്രതികൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചതായി പോലീസ് അറിയിച്ചു. IOC ഒമാൻ കേരള ചാപ്റ്ററും KMCC സലാലയും സംയുക്തമായി തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചു. സലാല മ്യൂസിക് ഹാളിൽ നടന്ന കൺവെൻഷൻ KPCC ജനറൽ സെക്രട്ടറി M. ലിജു ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. മൂവാറ്റുപുഴ MLA അഡ്വക്കേറ്റ് മാത്യു കുഴൽനാടൻ, പൊന്നാനി പാർലമെന്റ് സ്ഥാനാർത്ഥി അബ്ദുസമദ് സമദാനി, മലപ്പുറം പാർലമെന്റ് സ്ഥാനാർത്ഥി ET മുഹമ്മദ് ബഷീർ, കോൺഗ്രസ് ഡിജിറ്റൽ മീഡിയ കൺവീനർ ഡോക്ടർ P. സരിൻ എന്നിവർ യോഗത്തിൽ ആശംസകളർപ്പിച്ച് സംസാരിച്ചു. വിൽപ്പനയ്ക്കുള്ള ആഭരണങ്ങളിൽ സർക്കാർ രേഖകൾ രേഖപ്പെടുത്തിയെന്ന് ഉറപ്പുവരുത്താൻ പരിശോധന. വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയത്തിന് കീഴിൽ തെക്കൻ ഷർക്കിയ ഗവർണറേറ്റിലെ വിവിധ കടകളിലാണ് പരിശോധനകൾ നടന്നുവരുന്നത്. രേഖകൾ ഉറപ്പുവരുത്താത്ത സ്ഥാപനങ്ങൾക്ക് അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നുമുണ്ട്. അതേസമയം ജ്വല്ലറികളിലെയും ഷോപ്പുകളിലെയും അളവ് തൂക്കത്തിനുപയോഗിക്കുന്ന തുലാസുകളും പരിശോധിക്കുന്നുണ്ട്. വില കൂടിയ ആഭരണങ്ങൾ വിൽക്കുന്ന എല്ലാ ഷോപ്പുകളിലെയും തുലാസുകൾ നിയമാനുസൃത മാനദണ്ഡം പാലിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുകയാണ് ലക്ഷ്യം. പ്രത്യേക സാങ്കേതിക നിർദ്ദേശങ്ങൾ പാലിച്ചിട്ടുണ്ടോ എന്നും പരിശോധിക്കും. വാണിജ്യ തുലാസുകൾ പരിശോധിച്ച് അതിൽ പ്രത്യേകം സ്റ്റിക്കർ പതിക്കും. കാലാവധിയും അടുത്ത തവണ പരിശോധിക്കേണ്ട തീയതിയുമാണ് സ്റ്റിക്കറിൽ ഉണ്ടാകുക. തുലാസുകളും അളവ് തൂക്കത്തിനുപയോഗിക്കുന്ന ഉപകരണങ്ങളും നിയമപരമായ നിയന്ത്രണത്തിനും മാനദണ്ഡങ്ങൾക്കും വിധേയമാണെന്ന കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് അളവ് തൂക്ക നിയമം നടപ്പാക്കിയത്.
ബാത്തിന ഗവർണറേറ്റിലെ സുവൈക്ക് വിലായത്തിൽ അനുമതിയില്ലാതെ പ്രവർത്തിച്ച അറവുശാലയ്ക്കെതിരെ നടപടി. സുവൈക്ക് നഗരസഭ നടത്തിയ പരിശോധനയിലാണ് പൊതുജനാരോഗ്യ സുരക്ഷയെ ബാധിക്കുന്ന തരത്തിൽ പ്രവർത്തിക്കുന്ന അറവുശാല കണ്ടെത്തിയത്. അറവുശാലയ്ക്ക് ലൈസൻസ് ഇല്ലെന്ന് ഫുഡ് കൺട്രോൾ ആൻഡ് ലൈസൻസിംഗ് വിഭാഗവും കണ്ടെത്തി. ആവശ്യമായ ആരോഗ്യ മാനദണ്ഡങ്ങളും അറവുശാലയിലുണ്ടായിരുന്നില്ല. വൃത്തിഹീനമായ അന്തരീക്ഷത്തിലാണ് ഇത് പ്രവർത്തിച്ചിരുന്നത്. നിയമലംഘകർക്കെതിരെ നടപടികൾ ആരംഭിച്ചതായും അധികൃതർ അറിയിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയ്ക്ക് പിന്നിലെ പകർച്ചവ്യാധികളെ പ്രതിരോധിക്കാൻ ക്യാമ്പയിൻ പ്രവർത്തനങ്ങളുമായി മസ്കത്ത് നഗരസഭ. നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് നഗരസഭാ ജീവനക്കാരുടെ നേതൃത്വത്തിൽ പ്രതിരോധ നടപടികൾ വിപുലപ്പെടുത്തുകയാണ് അധികൃതർ. വെള്ളം കെട്ടിനിൽക്കുന്ന സ്ഥലങ്ങളിലും മറ്റുമാണ് പ്രതിരോധ യജ്ഞം നടന്നുവരുന്നത്. കൊതുകുകളുടെ വ്യാപനം തടയാൻ പൊതുജനങ്ങൾ വീടുകളും പരിസരവും വൃത്തിയായി സൂക്ഷിക്കണം. കൊതുകുകളുടെ പ്രജനന കേന്ദ്രങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ ഫീൽഡ് ടീമുകളുടെ പ്രവർത്തനം ആരംഭിച്ചു. ജനങ്ങളെ ബോധവൽക്കരിക്കുക ചെയ്യുന്നു. അതേസമയം കൊതുകിനെതിരെയുള്ള ക്യാമ്പയിനിന്റെ ഭാഗമായി നിരവധി വീടുകളിൽ കീടനാശിനികൾ തളിച്ചു. വലിയ കീടനാശിനികളാണ് ഇതിനായി ഉപയോഗിച്ചത്. വീട്ടിലോ പരിസരത്തോ കെട്ടിനിൽക്കുന്ന വെള്ളത്തിന്റെ സാന്നിധ്യം കൊതുകിന്റെ വ്യാപനത്തിന് കാരണമാകും. എയർ കണ്ടീഷണർ, വെള്ളം ശേഖരിക്കുന്ന ടബുകൾ, ടയറുകളിൽ അടിഞ്ഞുകൂടിയ വെള്ളം, ജലധാരകൾ, പാത്രങ്ങൾ, മൃഗങ്ങളുടെ വാട്ടർ പ്ലേറ്റുകൾ, ചെടിച്ചട്ടികൾ മുതലായവയാണ് സാധാരണ ഇവയുടെ പ്രജനന കേന്ദ്രങ്ങൾ. ഇതിലേതെങ്കിലും ഉണ്ടെങ്കിൽ അവ ഒഴിവാക്കണമെന്നും അല്ലെങ്കിൽ ബ്രഷ് ഉപയോഗിച്ച് പതിവായി വൃത്തിയാക്കണമെന്നും നിർദ്ദേശിച്ചു. വടക്കൻ ബാത്തിന ഗവർണറേറ്റിലെ സുഹാർ സന്ദർശനത്തിന്റെ ഭാഗമായി പ്രദേശത്ത് തൊഴിലെടുക്കുന്ന ഇന്ത്യക്കാരായ പ്രവാസികളുമായി അംബാസഡർ അമിത് നാരംഗ് ആശയവിനിമയം നടത്തി. സുഹാർ ഇന്ത്യൻ സോഷ്യൽ ക്ലബ്ബുമായി സഹകരിച്ച് നടന്ന പരിപാടിയിൽ പ്രവാസി പ്രതിനിധികളും വിവിധ കമ്പനി അധികൃതരും സന്നിധരായിരുന്നു. വിവിധ വിഷയങ്ങൾ പ്രവാസികൾ അംബാസഡറുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തു. ഇവ പരിഹരിക്കുന്നതിന് ഇന്ത്യൻ എംബസി പ്രതിജ്ഞാബദ്ധമാണെന്ന് അംബാസഡർ പറഞ്ഞു. സുഹാർ ഇന്ത്യൻ സ്കൂളിലും അംബാസഡർ സന്ദർശനം നടത്തി. സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. വിദ്യാർത്ഥികളുമായി അമിത് നാരംഗ് ആശയവിനിമയം നടത്തി. വിദ്യാർത്ഥികളുടെ വിവിധ കലാപ്രകടനങ്ങളും അരങ്ങേറി. പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് നിർത്തിവച്ചിരുന്ന മസ്കത്ത് ഷാർജ മുവാസലാത്ത് ബസ് സർവീസ് ഇന്ന് പുനരാരംഭിക്കും. വ്യാഴാഴ്ച മുതൽ സാധാരണ നിലയിൽ സർവീസ് നടത്തുമെന്ന് ഇന്നലെയാണ് ദേശീയ ഗതാഗത കമ്പനി അറിയിച്ചത്. കഴിഞ്ഞ ആഴ്ചയിലും ഒമാനിലും UAEയിലും പെയ്ത കനത്ത മഴയെ തുടർന്ന് സർവീസ് താൽക്കാലികമായി നിർത്തിവെക്കുകയായിരുന്നു. മസ്കത്തിലെ അസൈബ ബസ് സ്റ്റേഷനിൽ നിന്ന് ഷാർജയിലെ അൽ ജുബൈൽ സ്റ്റേഷനിലേക്കും തിരിച്ചും പ്രതിദിനം 2 സർവീസുകൾ വീതമാണ് മുവാസലാത്ത് നടത്തിവരുന്നത്. പുലർച്ചെ 6:30 അസൈബയിൽ നിന്ന് പുറപ്പെടുന്ന ബസ് ഉച്ചതിരിഞ്ഞ് 3:40 വൈകുന്നേരം 4:30 പുറപ്പെടുന്ന ബസ് അർദ്ധരാത്രി 1:10 അൽ ജുബൈൽ സ്റ്റേഷനിലെത്തും. അൽ ജുബൈലിൽ നിന്ന് പുലർച്ചെ 6:30 പുറപ്പെടുന്ന ബസ് ഉച്ചയ്ക്ക് 2:30 വൈകുന്നേരം 4 പുറപ്പെടുന്ന ബസ് രാത്രി 11:50 അസൈബ സ്റ്റേഷനിലെത്തും. 10 ഒമാനി റിയാലാണ് ടിക്കറ്റ് നിരക്ക്. യാത്രക്കാർക്ക് 7 കിലോ ഹാൻഡ് ബാഗും 23 കിലോ ലഗേജും അനുവദിക്കുന്നുണ്ട്. വേനലവധിക്കാലവും ബലിപെരുന്നാളും ഒരുമിച്ചെത്തുന്ന ഇത്തവണ പ്രവാസികൾക്ക് നാടണയൽ എളുപ്പമാകില്ല. കേരളം ഉൾപ്പെടെ ഇന്ത്യയിലേക്കുള്ള ടിക്കറ്റ് ബുക്കിംഗുകൾ വിമാന കമ്പനികൾ ആരംഭിച്ചതോടെ ടിക്കറ്റ് നിരക്ക് 4 ഇരട്ടി വരെയാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ജൂൺ ആദ്യ വാരത്തിലാണ് ഒമാനിൽ വേനലവധി ആരംഭിക്കുക. ജൂൺ 3-ാം വാരത്തിലാണ് പെരുന്നാളെത്തുന്നത്. ജൂൺ ആദ്യ വാരം മുതൽ 3-ാം വാരം കഴിയുന്നത് വരെ 100 റിയാലിന് മുകളിലാണ് ഒമാനിൽ നിന്ന് കേരളത്തിലേക്കുള്ള ടിക്കറ്റ് നിരക്കുകൾ. ജൂൺ ആദ്യത്തിൽ മസ്കത്തിൽ നിന്ന് കോഴിക്കോട്ടേക്ക് 100 റിയാലും കൊച്ചിയിലേക്ക് 105 റിയാലും തിരുവനന്തപുരത്തേക്ക് 109 റിയാലും കണ്ണൂരിലേക്ക് 115 റിയാലുമാണ് എയർ ഇന്ത്യ വെബ്സൈറ്റിൽ നൽകിയിരിക്കുന്ന നിരക്ക്. എന്നാൽ പെരുന്നാളിന് തൊട്ടുമുമ്പുള്ള ദിവസങ്ങളിൽ കോഴിക്കോട്, കണ്ണൂർ സെക്ടറുകളിൽ 115 റിയാലും കൊച്ചി, തിരുവനന്തപുരം സെക്ടറുകളിൽ 140 റിയാലിന് മുകളിലുമാണ് ടിക്കറ്റിന് ചെലവ് വരുന്നത്. സലാം എയറിലും നിരക്കുകൾ ഏറെക്കുറെ സമാനമാണ്. ഒമാൻ എയർ നിരക്കുകൾ ഇതിലും ഏറെ ഉയർന്നതാണ്. പുതിയ അധ്യയന വർഷം ആരംഭിച്ചതിനാൽ പ്രവാസി കുടുംബങ്ങളിൽ ഭൂരിഭാഗവും ചെറിയ പെരുന്നാളിന് നാടണഞ്ഞിരുന്നില്ല. സ്കൂൾ അവധി ആരംഭിച്ച ശേഷം എത്തുന്ന ബലിപെരുന്നാളിന് നാടുപിടിക്കാൻ കാത്തുനിൽക്കുന്നവർക്ക് ടിക്കറ്റ് നിരക്ക് ഇരുട്ടടിയാകും. 4-അംഗ കുടുംബത്തിന് നാട്ടിലേക്കുള്ള യാത്രയ്ക്ക് ടിക്കറ്റ് ഇനത്തിൽ മാത്രം 500 റിയാലോളം ചെലവ് വരും. മടക്കയാത്ര ചെലവ് വേറെയും. ഇന്ത്യൻ സ്കൂളുകളിൽ ജീവനക്കാർക്ക് 1.5 മാസത്തിലേറെയും വിദ്യാർത്ഥികൾക്ക് അതിൽ കൂടുതലും അവധി ലഭിക്കും. ഓരോ സ്കൂളുകളിലും
ഓരോ സ്കൂളുകളും അവധി ആരംഭിക്കുന്ന തീയതികളിൽ അറിയിച്ച് രക്ഷിതാക്കൾക്ക് ഇതിനോടകം സർക്കുലർ അയച്ചിട്ടുണ്ട്. ആഗസ്റ്റ് ആദ്യവാരത്തിലാണ് ക്ലാസുകൾ പുനരാരംഭിക്കുന്നത്. എന്നാൽ ജൂൺ ആദ്യവാരത്തിലെ ടിക്കറ്റുകൾ ഇപ്പോൾ സ്വന്തമാക്കുന്നവർക്കും ഉയർന്ന നിരക്ക് തന്നെ നൽകേണ്ടി വരും. UAE ഉൾപ്പെടെ ഗൾഫ് രാഷ്ട്രങ്ങളിൽ നിന്നുള്ളവർ ഒമാൻ വിമാന കമ്പനികളെ യാത്രയ്ക്കായി ആശ്രയിക്കുന്നത് വർദ്ധിച്ചു വരികയാണ്. മസ്കത്ത് വഴി കേരള സെക്ടറുകളിലേക്ക് നിരവധി സർവീസുകളാണുള്ളത്. കണക്ഷൻ വിമാനമാണെങ്കിലും മികച്ച സർവീസും ലഗേജിൽ ലഭിക്കുന്ന ഇളവുമൊക്കെ ഒമാൻ വിമാനങ്ങളിലെ യാത്രയ്ക്ക് പ്രവാസികളായ യാത്രക്കാരെ ആകർഷിക്കുന്നു. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ ഇവിടെ പൂർണ്ണമാവുന്നു. കൂടുതൽ ഒമാൻ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ വീണ്ടും കാണാം. നമസ്കാരം.